നമ്മുടെ പല സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. എനിക്ക് പണ്ടത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെയൊക്കെ ബാത്റൂമുകളൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഞാനിപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് കുറേ നാളായില്ലേ. പക്ഷേ പല സ്കൂളുകളുടെയും ബാത്റൂമുകളുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ ശരിക്കും ഈ സിവിക് സെൻസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതിനെന്താണ് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിന്നും നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ്? ഇപ്രാവശ്യം ഞങ്ങൾ നോൺ അക്കാഡമിക് വിഷയങ്ങളിലാണ് മുൻതൂക്കം കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ശരി. ഏതാണ്ട് 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ നടന്നു കഴിഞ്ഞു. സ്കൂളിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താറില്ല. എയർ കണ്ടീഷൻ ഉള്ള ക്ലാസ് സ്കൂള്, ലിഫ്റ്റുള്ള സ്കൂള്, അങ്ങെല്ലാം ചെറിയ പ്രായമാണ്. എൻ്റെ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഞാൻ പഠിച്ച സ്കൂള് ചെറുവയ്ക്കൽ ഗവൺമെൻറ് LPS എന്നാണ് എൻ്റെ പേര്. ഞാനന്ന് പഠിച്ചപ്പോൾ പിന്നെ ഒരു ഷീറ്റിട്ട സ്ഥലമായിരുന്നു. ഞാൻ മന്ത്രിയായ ശേഷമാണ് ഇപ്പോൾ 3 കോടി രൂപ അവർക്ക് കൊടുത്ത് പുതിയൊരു അമ്പരചുംബിയ കെട്ടിടം കെട്ടുകയാണ്. അപ്പോൾ അക്കാഡമിക്കായിട്ട് അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്.